നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മാങ്ങ ചമ്മന്തിയാണ്. തേങ്ങ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല രുചിയിൽ ഒരു പറ ചോറുണ്ണാൻ ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി. പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാം. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചുവട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി ചൂടാക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, അത് പൂർണ്ണമായും പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവായും പൂർണ്ണമായി പൊട്ടിയതിന് ശേഷം ഒരു പകുതിയോളം സവോള ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മിനിറ്റ് വഴറ്റിയെടുക്കുക. പൂർണ്ണമായിട്ടും ബ്രൗൺ കളർ ആകേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഇത് സവോള നല്ലതായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് എരിവിനായിട്ട് ചേർക്കുന്നത് പൂർണ്ണമായിട്ടും പച്ചമുളക് ചേർക്കുന്നില്ല. 3-4 ഉണക്കമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. തീ ഏറ്റവും സിമ്മിലേക്ക് വെക്കുക. ഇതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു റോസ്റ്റ് ചെയ്യുന്ന ആ മുളകിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഇതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഇത് തണുപ്പിച്ചതിന് ശേഷം ഇത് അരച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങ ആണ്. നല്ല പച്ച മാങ്ങ ഒരു മീഡിയം സൈസ് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക. ഒരു മിക്സിയുടെ ജാറിൽ നേരത്തെ തന്നെ വഴറ്റി വെച്ചിരിക്കുന്നത് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കുക. അത് പൊടിച്ചെടുത്തതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങായും കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക. നല്ല രുചിയേറിയ മാങ്ങ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറിന് കൂട്ടാനായിട്ട് നല്ലൊരു ബെസ്റ്റ് സൈഡ് ഡിഷാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അപേക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.